welcome back to our channel. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. One color stationery challenge. ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ചധികം എക്സൈറ്റഡ് ആണ് guys. കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് പല കളറുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേഷനറീസ് ആണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് പോലെ കിട്ടാൻ പോകുന്നത്. ഞങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് ഈ സ്റ്റേഷനറി എന്നൊക്കെയുള്ള സംഭവങ്ങള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാലഞ്ചിന് പെട്ടെന്ന് റെഡി ആയിട്ട് പഠനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ പല കളറിൽ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹൈപ്പ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് അതിലുള്ളത്. ഭയങ്കര കളർഫുൾ ആണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. ഏത് കളറിലുള്ള എന്ത് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇതാ ഇവിടെ ഒരു ബൗൾ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 5 ലോട്ട് ഉണ്ട്. ആ ഓരോ ലോട്ടിലും കളേഴ്സ് ആണ് കേട്ടുള്ളത്. അതായത് ഓരോ റൗണ്ടിലും നമുക്ക് ഓരോ കളറുള്ള സ്റ്റേഷനറീസ് ആയിരിക്കും വരിക. അപ്പൊ ഓരോ റൗണ്ടിലും ഏത് കളറാണ് ആ റൗണ്ടിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ഇതെന്നൊരു ലോട്ട് എടുത്തിട്ടായിരിക്കും തീരുമാനിക്കുക. അതായത് ഇപ്പൊ ഗ്രീൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലുള്ള സ്റ്റേഷനറീസ് ആയിരിക്കും ആ റൗണ്ടിൽ നമുക്ക് വരിക. ആ റൗണ്ടിൽ നമുക്ക് ഈ ബോക്സസിലായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ബോക്സസ് സാധാ പോലെ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ വളരെ ആലോചനയായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ നല്ല ഭംഗിയുള്ളതായിരിക്കും. അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മുടെ ചാലഞ്ചസിൽ നമുക്ക് പണിഷ്മെന്റ്സ് ഉണ്ടാവല്ലോ, പക്ഷെ ഇതിൽ പണിഷ്മെന്റ്സ് ഒന്നുമില്ല. വളരെ സന്തോഷം നിറഞ്ഞൊരു ചാലഞ്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാൽ എനിക്ക് ഇതൊക്കെ കിട്ടുന്നതാണ് എന്റെ റൂം ഒന്നും കൂടെ അപ്ഡേറ്റ്. ഞാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേസ്. അത് ഭാവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഡെസ്ക് ഒന്നും റീമേക്ക് ഓവർ ചെയ്യാൻ പോകും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലോട്ട് എടുക്കാം. നല്ല ഭംഗിയുള്ള ഏതൊക്കെ ഒരു കളറിനെ തിരക്ക് പിടിച്ചൊരു ചാലഞ്ച് എടുത്തോ. ഞാൻ എടുക്കാം. നല്ലൊരു കളറ് പർപ്പിൾ ആയാലും കുഴപ്പമില്ല. പർപ്പിൾ ആയാലും കുഴപ്പമില്ലല്ലേ? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പിങ്ക് ആണ് ഗൈസ് വന്നിട്ടുള്ളത്. സ്റ്റേഷനറിയിലൊക്കെ പിങ്ക് വന്നു കഴിഞ്ഞാൽ എന്റെ ഡെസ്കിനുള്ള അധികം പിങ്ക് കളറിലുള്ള സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഒരു പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പൊ നമുക്ക് കണ്ണടച്ചിരിക്കാം. ഇനി സല്ലു ഇതിന്റെ ഉള്ളിൽ സ്റ്റേഷനറി കൊണ്ടുവച്ചോട്ടെ. തിരിയട്ടെ എനിക്ക് തിരിയാൻ പറ്റുന്നില്ല. ഞാൻ കുടുങ്ങി പോയി. ഇതിലേ വാ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ സെലക്ട് ചെയ്യാം. ഞാൻ തുടക്കത്തിലുള്ള മുന്നിൽ അങ്ങോട്ടൊന്നും പോയില്ല. മാറ്റിക്കോ. ഇത് കാനല്ലേ കാനല്ലെങ്കിലും നല്ല സാധനമായ മതി. കനൊന്നുമില്ല. ഓക്കെ തുറന്നോക്കാം. 3, 2, 1 go. പിങ്ക് കളർ പെൻസിൽ നോക്ക്. നല്ല കുഞ്ഞു പോംപോമൊക്കെ ആയിട്ട് പെൻസിലിന്റെ ഒരു സെറ്റ് ഇട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പോ എല്ലാവർക്കും കിട്ടുന്ന നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നോക്ക്, പിങ്ക് കളറിലുള്ള ലഞ്ച് ബോക്സ്. ഇതിങ്ങനെ തുറന്ന് കാണിച്ചു തന്നാൽ ഇതില് സ്പൂണൊക്കെ ഉണ്ട്. സ്പൂണ്, ഫോർക്ക്. ഇതെന്തോ സ്പേസ്. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നു. നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ സ്ഥലം ലഞ്ച് ബോക്സ് ആണല്ലോ. അപ്പൊ 2 സ്ഥലത്ത് ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് പെൻസിൽ പൗച്ചാണ്. തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇത് നോക്ക്. മെറ്റീരിയൽ വേറെ ഏതോ മെറ്റീരിയൽ നല്ല രസമുണ്ട്. ഇതിപ്പോ എങ്ങനെയൊന്നും എടുക്കുക? പൊട്ടിപ്പോയി. നല്ല രസമുണ്ടല്ലോ. അത് ശരിക്കും ഒരു പേസ്റ്റൽ പിങ്കും ചെറുതായിട്ട് ആ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡില് നല്ല. ഇതിലിവിടെ ഇങ്ങനെ ഒരു സിബ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇതാ സ്പേസ് ഉണ്ട്. കൊറേ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ശ്രീ. ഇതിന്റെ ഉള്ളിൽ അങ്ങനത്തെ വേറൊരു സിബും ഉണ്ട്. ഇത് ഒറ്റന്നാ. ഇതിങ്ങനെ ഒറ്റന്നാ. ശരിയല്ലേ? ഇത് ഞാൻ തൊട്ടോക്കട്ടെ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ പെൻസിൽസ് അങ്ങനത്തെ സാധനങ്ങൾ പോകുമ്പോ നമ്മള് എന്തായാലും സ്റ്റേഷനറി എടുത്തിട്ടാ പോവാ. അപ്പൊ ഇതിലിട്ടിട്ട് അതിൽ ഇടാനുള്ള പെണ്ണാണ്. അതിലൊരു സെറ്റ് സാധനം ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇത് ഒരു പോം ഉണ്ട്. അതിന്റെ കൂടെ ചെവി ഉണ്ട്. നല്ലത് കേട്ടോ. പെന്നാണോ അത്? പെന്ന പെൻസിലാ? എന്തെന്താ സാധനം? പെന്നാണ്. ഈ സാധനം അങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് മൂടി വെക്കാം. അടുത്തത് വീട്ടിൽ തോന്നുന്നു അടിയില്ലാത്തൊരു ചാലഞ്ച് ഉണ്ടാവും. ഇതും പെന്ന. ഇതെങ്ങനെയാ? ഇത് നമ്മളെ കുഞ്ഞു നീഡിലിടുന്ന പെൻസിലില്ല. നട്രാജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അങ്ങനെ എങ്ങനത്തെ പെൻസിൽ ഉണ്ടായിരുന്നു? മറ്റേ അങ്ങനെ മാറ്റി പെൻസിൽ തിരിച്ചിട്ട് ബാക്ക് കൂടെ. പിന്നെ അടുത്ത് അത് പെന്നാണോ പെൻസിലാണോ?
ഇതും അങ്ങനെ ഇതെന്താ സാധനം? ഇതാ പെന്ന അല്ല പെൻസിൽ തന്നെ കണ്ട ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇതിനെ നോക്ക് നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ട് കാണാൻ. ഈ റൗണ്ടിൽ എല്ലാവർക്കും നല്ല കിഡ്നി സാധനങ്ങളായിട്ട് ഈ നോക്ക് മെർമെയ്ഡിന്റെ ടെയില് പോലത്തെ ഒരു എന്താ പറയാ ടോപ്പും അതിന്റെ ഇവിടെ ഇവിടെ ഒരു സ്റ്റോൺ ഇത് പെൻസിലാണ് എന്നാട്ടോ. നല്ല രസം. അഞ്ചിക്ക് കുറെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് കേസ് ഇതിന്റെ കൂടെ ഞാൻ കണ്ടില്ലേനു. വെറൈറ്റി സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ ഗ്ലിറ്റർ ഇതുവരെ ഇങ്ങനത്തെ സാധനം കണ്ടില്ല. അത് നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ എന്തെങ്കിലും എഴുതി നോക്കിയാലോ? നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ വെറൈറ്റി ഇതിപ്പോ വോളിൽ ഇങ്ങനെ പതിച്ചിട്ടാ തന്നെ വോളടക്കം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ള സാധനം. ഇത് കണ്ടു, ഇത് ഇവിടെ ഒട്ടിച്ച് കാണിച്ചാലോ അവിടെ. നല്ല രസമുണ്ട്. അപ്പൊ പിങ്ക് റൗണ്ട് നല്ല കിടില റൗണ്ട് ആയിരുന്നു. എനിക്കിതാ 1 2 3 4 പെൻസിലും പെന്നും കൂടി ഉള്ള സെറ്റ് ഇട്ടോ. ഇതിങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അതെ, അത് എഴുതാനുള്ള നല്ല അടിപൊളി നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സും കിട്ടി. എനിക്ക് നല്ല പിങ്ക് കളറിലുള്ള ലെൻസ് ബോക്സ് ആണ് കിട്ടിയത്. ഇതെനിക്കിപ്പോ സ്കൂളിലൊന്നും കൊണ്ടാവാൻ അല്ലെങ്കിലും എനിക്ക് എന്റെ റൂമിൽ നൂഡിൽസ് ഒക്കെ ആക്കി കഴിക്കാലോ. രസല്ലേ? എനിക്ക് നല്ല പൗഡർ പിങ്ക് കളറിലുള്ള നല്ലൊരു പെൻസിൽ പൗച്ച് ആണ് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീയൊക്കെയാണെങ്കിൽ അത് മേക്കപ്പ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. മേക്കപ്പ് പൗച്ച് വെക്കാൻ പിന്നെ ബ്രഷസ് ഒക്കെ വെക്കാനുള്ള വേറെ തന്നെ അറകളുണ്ട്. ഞാൻ നോക്കി. ശരിയാ, അങ്ങനെ എന്തിനു വേണം യൂസ് ചെയ്യാം. നല്ല രസം. ഇനി അടുത്ത കളർ വരട്ടെ. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. ഇനി ഈ റൗണ്ടിൽ ഏത് കളറാണ്? ഈ റൗണ്ടിൽ ഞാനാട്ടോ ലോട്ട് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് സ്റ്റേഷനറി വരാനിരിക്കുന്നത് പർപ്പിൾ ഉണ്ട് അതില്. ഭർത്താവാതിരിക്കൂലല്ലോ. തിരിയട്ടെ. നല്ല സാധനം കൊണ്ടുവെക്കണേ. റെഡി? ഞങ്ങള് റെഡി. വെച്ചില്ലേ? റെഡി ഗൈസ്. അല്ല ഞാൻ പറഞ്ഞു തർക്കൊന്നുമില്ലല്ലോ അല്ലേ? ഞാനിത് ആണ്. എടുക്കട്ടെ. വെയിറ്റ് ഇല്ല. ഇതിന് വെയിറ്റ് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് എന്താണ് കാര്യം? അങ്ങനെ തുറക്കാം. 3 2 1 go. എനിക്ക് കിട്ടിയത് ഒരു പൗച്ചാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഗൈസ്. കുഞ്ഞ് ഇതൊക്കെ എനിക്ക് പണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നു സ്കൂളില്. പർപ്പിൾ കളറുള്ള ബണ്ണീന്റെ ഒരു ഫ്ലാസ്ക് നല്ല രസമുണ്ട്. എനിക്ക് കിട്ടിയത് പർപ്പിൾ കളറിലുള്ള ഒരു പൗച്ചാണ്. പക്ഷെ ഇവരുതാണ് രസം. അതാണ് ഞാനും നോക്കുന്നത്. ആ മൂടി ഒന്ന് പൊന്തിച്ചു നോക്ക്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇതെങ്ങനെ തുറക്കാൻ പറ്റും? അതങ്ങനെ തുറക്കുന്നല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ തുറക്കാൻ പറ്റും. ഫ്ലാസ്ക് അല്ലേ? ഇത് എന്തൊക്കെ പല സെറ്റപ്പ് ഉള്ള ഒരു ടെക്നോളജിയാ. ഇത് നല്ല രസമുണ്ട് കാണാൻ. നല്ല ഷെയ്ഡ്. സത്യം നോക്ക്, നല്ല രസമുണ്ട്. എനിക്കത് മതി. ഇത് മഗ്ഗാ. ഇത് മഗ്ഗാ. ഇതിന്റെ ഫ്ലാസ്ക് എടുക്കുന്നു, ഒഴിക്കുന്നു, കുടിക്കുന്നു. അല്ല, ഇതിങ്ങനെ തൂക്കിയിടുന്ന സാധനല്ലേ? തൂക്കിയിടുന്ന സാധനം എന്തെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ? ഇത് നമുക്ക് മഗ്ഗായിട്ട് യൂസ് ചെയ്യാം. ഇതിന്ന് ഇങ്ങനെ ചായ ഒഴിച്ചിട്ട് എനിക്ക് കുറെ കണക്കുകൾ ശരിയാക്കാണ്ട് കഴിച്ചു. ഇങ്ങനത്തെ ഒരു കാൽക്കുലേറ്റർ കിട്ടിയിട്ട് ശരിയാക്കാൻ കുറെ കണക്കുകൾ ഇരിക്കുന്നേ. ഇത് നോക്ക്, നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല പേസ്റ്റൽ യെല്ലോ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ബട്ടൺസ് ഒക്കെ കിട്ടുന്നത്. എനിക്കിതാ ഒരൊറ്റ കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു പൗച്ചാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഒരു കണക്ക് പറ, ഞാൻ കൂട്ടി നോക്കട്ടെ. 10 × 65. അയ്യേ, ഞാൻ പറഞ്ഞ 795. ഒരു മിനിറ്റ്, ഞാൻ ഇതിന്റെ മെക്കാനിസം പഠിച്ചില്ല. 795 999 വിഷയാണ് ഗൈസ്. 7,94,205 ആട്ടോ കണക്ക് വരുന്നത്. ഇനി ഇടക്കിടക്ക് ഇങ്ങനെ കൂട്ടി കുടിച്ച് നോക്കാൻ എനിക്കൊന്നും മനസ്സിലാവാൻ തോന്നുന്നില്ല. ചെറുതായിട്ട് വിഷമം തോന്നുന്നു. ഇതെനിക്ക് ഇതും കൂടെ എങ്ങനെ അഴിക്കാന്നൊന്ന് നോക്കിയാൽ കൊള്ളാന്നുണ്ട്. ഇത് ഇങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. ഇതിന്റെ
സെറ്റപ്പ് എന്താന്നുള്ള യൂസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് ആർക്കും നോക്കണ്ട, കണ്ടോ? ഇതെന്താ ഒന്നും ഇതേണ്ട, ഇത് പൂച്ചേന്റെ പാലാണോ അത്? അങ്ങനെ എന്തോ എങ്ങനത്തെ ഒരു കുക്കി എന്നിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു പിടിയൊക്കെ ആയിട്ട് എടി നമ്മുടെ കോമ്പിനേഷൻ നോക്ക്. കോമ്പിനേഷൻ ഒന്നല്ല, ഇത് പിങ്കും പർപ്പിളും. ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ്. ഇന്റെ ഡെസ്കിന്റെ മുകളില് വൈറ്റ് കളർ ഡെസ്ക്, അതിന്റെ മുകളിലേക്ക് പർപ്പിൾ കളർ സാധനം ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സാധനം നോക്ക്, ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാൽക്കുലേറ്റർ. ഇത് അവിടെ നിന്ന് എന്താ ഒരു കുഴപ്പം? ഇത് ഈ സാധനം വെള്ളം കുടിക്കാൻ നല്ല വിചാരം. ഡെസ്കിന്റെ മുകളിൽ വെള്ളം കുടിക്കാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ടായ എന്താ ഒരു കുഴപ്പം? ശരിക്കും കിട്ടിയത് ഈ പൗച്ച് മാത്രം. എനിക്ക് ഇഷ്ടമായിക്കണേ, പക്ഷെ എനിക്ക് എന്തെങ്കിലും കണക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അതിന്റെ ഫോൺ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഭംഗിയുള്ള കാൽക്കുലേറ്റർ ഇല്ലല്ലോ. അപ്പൊ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എനിക്കിത് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. കളിക്കുന്ന സാധനം തന്നാൽ എനിക്ക് കണക്കൊന്നും കൂട്ടാനൊന്നുമില്ല. എനിക്ക് ഇതിന് ഡെമോ ആയിട്ടൊരു പീസ് വാങ്ങി തന്നാലും മതി. ഇത് കണ്ടോ ഗൈസ്, നല്ല പർപ്പിൾ കളറിൽ ഒരു പെൻസിൽ പൗച്ച്, കാൽക്കുലേറ്റർ, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലാസ്കും. അങ്ങനെ പർപ്പിൾ റൗണ്ട് നല്ല അടിപൊളി റൗണ്ട് ആയിരുന്നു. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് നല്ല അടിപൊളി സാധനം കിട്ടട്ടെ. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. അല്ല, ഇപ്പൊ സാധനം ശ്രദ്ധിച്ചോ? പിങ്കിൽ അണക്ക് പൗച്ച് കിട്ടി, പർപ്പിൾ ഇവർക്ക് പൗച്ച് കിട്ടി. ഇനി എനിക്ക് കളറിന് പൗച്ച് കിട്ടി ഞാൻ കൊല്ലു. പൗച്ച് വേണ്ട, പൗച്ച് വേണ്ട. ഞാൻ ഇതെടുത്തുണ്ടേ. ബ്ലൂ, ബ്ലൂ, പിങ്ക്, പർപ്പിൾ, ബ്ലൂ. നല്ല ഒഴുക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല കളേഴ്സിലുള്ള സാധനങ്ങളാ വാങ്ങിയത്. ഈ കൂട്ടത്തിലേക്ക് ബ്ലൂവും കൂടി വന്നാൽ നല്ല രസം ഉണ്ടാവില്ലേ? ഇത് നോക്കിയേ, ഇതിനിടയിൽ ബ്ലൂവും കൂടി വന്നാൽ നല്ല രസം ഉണ്ടാവില്ലേ? എനിക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട്, ഉണ്ട്, പിന്നെ പൗച്ച് കിട്ടിയിരിക്കുന്നു. ഇനി അടുത്ത് ബാഗും കൂടി കിട്ടിയ സെറ്റ്. റെഡി. അടുത്തത് ബ്ലൂ റൗണ്ട് ആണ്. ഞാൻ എപ്പോഴാ തല്ലടിച്ച് അറിഞ്ഞൂടാ. തുറക്കട്ടേന്നോ? സെലക്ട് അല്ലെ ഷാബ് സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ സെലക്ട് ചെയ്തോ? കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് കിട്ടാത്ത നല്ല കിട്ടാത്തതിലുള്ള എനിക്ക് സോയില്ല സെലക്ട് ചെയ്യും. ഞാന് നേരത്തെ ഇത് ഞാൻ സെലക്ട് ചെയ്തേ. നേരത്തെ ഇത് പൊക്കാൻ പോയി. ഇത് സെലക്ട് ചെയ്തില്ല കഴിഞ്ഞ റൗണ്ടില്. ഏതിലൊക്കെ നല്ല പറഞ്ഞുതരും. ഇത് അല്ലേ? ഇത് നിങ്ങൾ സെലക്ട് ചെയ്തോ? നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഇതല്ലേ പറഞ്ഞേ? ഞാനതെടുക്കാം. നമുക്ക് ഏതാ വേണ്ടേ? ഞാനിത്. ഞാനത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അതും കൂടെ വളരെ എളുപ്പത്തിൽ ഇതിനൊക്കെ അങ്ങനെ എന്തോ ഉരുണ്ട് ഉരുളുന്നുണ്ട്. എനിക്കിത് ഒരു ഷൂവിന്റെ ടൈപ്പിലുള്ള പ്ലാന്റ് കാണുന്ന സംഭവമാണ് തോന്നുന്നൂല്ലേ? എനിക്ക് കിട്ടിയത് മന്ത്ലി പ്ലാനർ ആണ്. ഇത് കണ്ടോ, മന്ത്ലി പ്ലാനർ കൂടെ മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് ഷാർപ്നർ അല്ലേ? അല്ല, ഷാർപ്നർ. ഷാർപ്നർ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു മന്ത്ലി പ്ലാനർ ആയിട്ടുള്ള ഒരു ബോർഡാണ്. നോക്കി, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളർ ലൈറ്റ് ഉണ്ടോ? നോക്കിക്കാൻ നീല. ഇപ്പൊ മാറും. ഞാൻ നേരത്തെ കണ്ടു. നല്ല കാറ്റില്ലേ? നല്ല കാറ്റുണ്ട്. എനിക്ക് ഇഷ്ടമായി ഗൈസ്. നല്ലൊരു കളർ ഇട്ടോ. എന്ത് രസാ കാണാൻ. നോക്ക്, ഞാൻ മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ സെലക്ട് ചെയ്യാതെ. എന്നോട് പറഞ്ഞല്ലേ സെലക്ട് ഇത് ചെടി വെക്കുന്നത്. ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെടി നടാൻ പറ്റുന്ന ഒരു പോട്ടാണ്. അവിടെ ഇങ്ങനെ ഗ്രീൻ എല്ലാം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതിൽ വിത്തുണ്ട്. വിത്ത് വളവെച്ചിട്ട് ചെടിയായിട്ട് നമ്മൾ കാണിച്ചെടുക്കും. ഇതില് വിത്തുണ്ട്. അപ്പൊ ഈ മണ്ണ് ഇട്ടിട്ട് ആ വിത്ത് അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഷൂ പോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷൂ പോലത്തെ നല്ല രസം. എനിക്കൊരു മന്ത്ലി പ്ലാനർ ആണ് കിട്ടിയത്. അതിന്റെ കൂടെ ഈ ഒരു ഷാർപ്നറും കിട്ടിയിട്ടുണ്ട്. അല്ല, ഇത് ആദ്യം കുറെ പേജസ് ഉണ്ട്. ഇതില് പേജ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മന്ത്ലി പ്ലാനറുള്ളൊക്കെ ഡയറിന്റെ കയ്യിലുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ടേബിൾ മേൽ ഇങ്ങനെ വെക്കാം. അല്ലെ വാളിൽ ഇങ്ങനെ ആ ഗ്രിഡിന്റെ മുകളിൽ തൂക്കിയിടാം. ഇതാണ് ബുക്കാണ്. ഇത് ബുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ. നമുക്ക് വളരെ ഉപകാരമാട്ടോ. നമുക്ക് ഇത് ഭാവിയിലേക്കും ഇക്കൊല്ലം മാത്രമല്ല അടുത്ത കൊല്ലത്തേക്കും എടുക്കാം. അത്രയും പേജസ് ഉണ്ട് ഇതില്. നമുക്ക് തുറന്നോക്കാം. ഞാൻ തുറക്കാം. ടേബിളിന്റെ മോള് ഷാർപ്നർ അല്ലാതെ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് വെക്കും. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷാർപ്നർ. ഇതാ 2 ഉണ്ടടി.
വലിയ പെൻസിലും ഇടാ, ചെറിയ പെൻസിലും ഇടാ. ഇങ്ങനെ വെക്കല്ലേ? അങ്ങനെ വെക്കാം. ടേബിളിന്റെ മുകളിൽ അനക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ആരും പറയില്ല കണ്ടാല്. നല്ല ഭംഗിയുണ്ട് guys. ഇത് എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടത്. എന്നാലും കൂടുതലായിരുന്നു ഇഷ്ടമായത്. കൂടുതൽ അല്ല, എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്റെ കയ്യില് ടേബിളിൽ ഓൾറെഡി ഒരു ഫാൻ ഉണ്ട്. ഇത് ചാർജ് അപ്പൊ കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇത് നമുക്ക് നോർമലി ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് ഇതുണ്ടോ, ഇവിടെ ഒരു ചാർജിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് നമുക്ക് എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് കത്താം, ലൈറ്റും കത്തിച്ചു വെക്കാം, ഫാനിന് നല്ല കാറ്റും കൊള്ളാം. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി ഇത്. അപ്പൊ ഗൈസ് നമുക്ക് ബ്ലൂ റൗണ്ടിൽ കിട്ടിയത് ഇതാ. ഈ സാധനങ്ങളാണ് ഗൈസ്. ഒരു ഫാന്, ഒരു മന്ത്ലി പ്ലാനർ, അതിന്റെ കൂടെ ഒരു ഷാർപ്പനർ, പിന്നെ ഇത് നല്ല ചെടിയൊക്കെ നടാനുള്ള ഒരു ഷൂ ആണ് ഗൈസ് കിട്ടിയത്. എനിക്ക് ഇതുവരെ കിട്ടിയതിലൊക്കെ ഭയങ്കര ഇങ്ങനെ പൗഡർ ബ്ലൂ, ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ളതാട്ടോ മൊത്തം കിട്ടിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇത് മൊത്തം നല്ല അടിപൊളി സാധനം. അതെ, ഇതുവരെ നല്ല നല്ല സാധനങ്ങൾ കിട്ടിയത്. ഇനി അടുത്തത് അങ്ങനെ കിട്ടിക്കോട്ടെ. നമുക്ക് അടുത്ത കളർ സെലക്ട് ചെയ്യാം. അടുത്ത കളർ സെലക്ട് ചെയ്യാൻ പോകുന്ന ഞാനീ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത്, ഫസ്റ്റ് ഞാൻ പിന്നെ സെലക്ട് ചെയ്ത്, പിന്നെ ശ്രീ സെലക്ട് ചെയ്ത് ഞാൻ. അപ്പൊ ഗൈസ് അടുത്ത ഞാൻ സെലക്ട് ചെയ്യാം. രണ്ട് കളറും കൂടിയുള്ള എന്റെ വിഷമം അതാണ്. യെല്ലോ യെല്ലോ കളറാണ്. യെല്ലോ കളറിൽ എന്റെ ടേബിളിൽ മുഴുവൻ സാധനം ഉണ്ട്. എനിക്ക് ഒരു സാധനം ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് യെല്ലോ റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിരിയട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും വരാന്ന്. പൗച്ചുകാരെ വന്നില്ല കേട്ടോ സല്ലു. ഇനി ഏത് സെലക്ട് ചെയ്തോ? ഞാനത് അതുവരെ അത് സെലക്ട് ചെയ്തില്ല. ഞാനത് വരെ അത് സെലക്ട് ചെയ്തില്ല. ഈ സെലക്ട് ചെയ്തോന്ന് പറഞ്ഞില്ല, അപ്പൊ ഈ സെലക്ട് ചെയ്തില്ല. ഇനി ഞാൻ ഞാനിത് ഞാനിത് ഓക്കെ, അത് എനിക്ക് തരുമോ? എനിക്ക് ഭയങ്കര നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിന്റേതാന്ന്. ഇവളെന്തെങ്ങനെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. എനിക്ക് കിട്ടിയത് ഒരു വെറ്റ് വൈപ്സും പിന്നെ ഒരു സ്റ്റിക്കി നോട്ട്സും ആണ്. ക്യൂട്ട്, നല്ല രസമുണ്ട്. എനിക്ക് കിട്ടിയത് ഒരു ഫയലാണ് ഗൈസ്, യെല്ലോ കളറിലുള്ള ഫയൽ. നല്ല രസമുണ്ട്. കൂട്ടത്തിൽ എനിക്കാന്ന് തോന്നുന്നില്ലേ വലിയ സാധനം കിട്ടിയത്. നല്ല വലിയ ജ്യൂസിനാക്കി 4 ഗ്ലാസ്. ഇത് നമുക്ക് സ്റ്റുഡിയോയിൽ വെക്കാം. സ്റ്റുഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ 4 ആക്കും കൂടെ ഒന്നിച്ചുള്ള സമയത്ത് ഇതിൽ ജ്യൂസ് ആക്കിയിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ നിറച്ച് വെക്കാം. 5 വീട്ടിൽ കൊണ്ടുപോവാ, ജ്യൂസ് ആക്കുക, എന്നിട്ട് ഞങ്ങൾ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ഒന്നിട്ട് ഇത് തുറന്നിട്ട് ഇതിന് എടുക്കും. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെ അറിയോ, ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇത് വെക്കണം. എന്നിട്ട് ഇതില് ജ്യൂസ് ഇങ്ങനെ നിറയ്ക്കുന്നു. നിറച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നു, ഇത് തുറക്കുന്നു, അതിനെങ്ങനെ ജ്യൂസ് വരുന്നു? ജ്യൂസ് നിറയുന്നു, അപ്പൊ തന്നെ പൂട്ടുന്നു, എന്നിട്ട് എടുത്ത് കുടിക്കുന്നു. നല്ല കളർ ഇട്ടോ, നല്ല പേസ്റ്റലായിട്ടുള്ള കളറ്. ഇതൊരു വെറൈറ്റി ഫയലാണ് ഗൈസ്. നോക്ക്, ഇങ്ങനെ നമ്മൾ തുറക്കുക, തുറന്നു കഴിഞ്ഞാൽ നോക്ക് അമ്മേ, ഇത്രയും സാധനങ്ങൾ വെക്കാനുള്ള അങ്ങനത്തെ ഫയലില് ഇത് മറ്റേ ഇതില്ലേ നമുക്ക് അതൊന്നുമല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ വെക്കുമ്പോ ഡോക്യുമെന്റ്സ് വെക്കുമ്പോ അതിന്റെ ലെറ്റേഴ്സ് അനുസരിച്ച് ഇത് ഓരോന്നിനും ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ചേക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഇത് ഓർഗനൈസ് ചെയ്തിട്ട് നല്ല സാധനം കേട്ടോ. ഹായ്, നല്ല രസമുണ്ട്. എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ID കാർഡ് ഒക്കെ ഇതിൽ വെക്കണോ? എനിക്കിതാ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റിക്കി നോട്ട്സും കിട്ടിയിട്ടുണ്ട്, പിന്നെ വെറ്റ് വൈപ്സും കിട്ടിയിട്ടുണ്ട്. തുറക്കാം. ഞാൻ പൊട്ടിക്കട്ടെ. ആ പൊട്ടിക്കുന്നല്ല ഇങ്ങനെ തുറക്കണതാ. ഇപ്പൊ പൊട്ടി കയ്യെ പോയി. ഇതിപ്പോ എടുക്കുക ഇതിന്റെ ഒരു മെക്കാനിസം എന്താണെന്ന് അറിയില്ല. എങ്ങനെ കൊടുക്കും? അത് ഫുൾ തുറക്കേണ്ടി വരുമോ? ഇതെന്താ? ഇത് കീ വല്ലതും ആണോ? അല്ലല്ല, ഇത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇത് തുറന്നാൽ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ തുറക്കുക, കവർ ആദ്യം പൊട്ടിക്കണം. ആദ്യം നമ്മൾ ഇതിന്റെ കവർ ഇങ്ങനെ പൊട്ടിക്കാം, എന്നിട്ട് കുറച്ച് മുകളിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. എന്തായാലും നമ്മളിത് ടിഷ്യൂ ഇതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ചെറിയൊരു എഡ്ജ് ഇതിന്റെ മുകളിൽ കൂടെ അങ്ങനെ കൊണ്ടുവരും. ഹെൽപ്പ് ചെയ്യാം. വലിച്ച കുറച്ച് പണിയുണ്ട് ഗൈസ്. കിട്ടിയാ? കിട്ടി. ഈ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ പണി എളുപ്പമാണ്. എന്നിട്ട് ഇതൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടിയപ്പോ ഇതിങ്ങനെ ഒന്ന് എടുക്കട്ടെ ശ്രീ. അതാ കവറിനുള്ളിൽ എടുത്ത് മാറ്റി വെക്കേണ്ടി.
ഇത് ഇക്കാക്ക് അറിയോ ഇതെങ്ങനെയാ ചെയ്യാന്ന് ഇല്ല കണ്ടപ്പോ നേരെ പോയി മേടിച്ചതേ ഈ കവറെ മൊത്തം ഞാൻ കീറാണ്. അതങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും അങ്ങനെ എടുക്ക്. ഏത് ആ പേപ്പർ അല്ല ഈ പേപ്പർ ഇതിനോട് കൊടുത്താൽ നമുക്ക് എടുക്കാൻ രസമില്ല. ഇതിന് വലിച്ചെടുത്തോക്കാനുള്ള ഒരു രസത്തിനാ. ആ വലിക്കും കിട്ടും. കമ്മീഷൻ തരണം കേട്ടോ. രണ്ടുപേരും ഇത് ഷോപ്പീസ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം ഉപയോഗിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമന്റ് അറിയുന്ന സാധനത്തെ പറ്റി നോക്കിക്കോ. ഇതിപ്പോ നേരത്തെ എന്റെ അടുത്തുള്ള സ്റ്റിക്കി നോട്ട്സിന്റെ യെല്ലോ. നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. ഈ സ്റ്റിക്കി നോട്ട്സ് പോരാ അവിടെ, അത് നോക്കട്ടെ, ഞാൻ അപ്പൊ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇവിടെ നമുക്ക് എഴുതാം. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വോളിൽ ഒട്ടിച്ചു വെക്കാം. എനിക്ക് കമ്മീഷൻ ആയിട്ട് രണ്ട് ഈ സാധനം പാളി ഇത് കിട്ടണില്ല. ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇതിന്റെ ആ ഒരു സെറ്റപ്പ് ഒന്ന് പറഞ്ഞത്. ഇത് എങ്ങനെയാന്ന് അറിയാം, നമ്മള് ശരിക്കും CID മൂസയിലുള്ള പോലെ ഇത് നമ്മൾ തുറന്നിട്ട് CID മൂസയിൽ പറയണ്ടല്ലോ ആ പാത്രമൊക്കെ അവിടെ വെച്ചോളൂ. അപ്പൊ അതൊരു റോബോട്ട് കഴുകുവോ? ഇല്ല, അത് നിങ്ങളെല്ലാരും പോയി ഞാൻ തന്നെ കഴുകുന്നത്. അതുപോലെ ഇത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, അടുത്തത് വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെട്ട് എന്റെ അടുത്ത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കഷ്ടപ്പെട്ട് ഇവിടുന്ന് വലിച്ചു അതെ, കഷ്ടപ്പെട്ട് ചെറിയ ഭാഗം ആക്കി വെക്കുക. അതെ, എന്നിട്ട് ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ ഒന്നും കുഴപ്പമില്ല. ഒന്നൊക്കെ അതിപ്പോ എടുത്തോളൂ, ഒന്ന് എടുത്തോളൂ. അതുവരെ ചെറിയൊരു പാളിച്ചാണ്. ഈ റൗണ്ടിലൊക്കെ മര്യാദക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ. അതിനുള്ള നീര് മൊത്തം അതിന്റെ ഉള്ളിൽ പോയി. പിന്നെ എങ്ങനെ മറ്റേതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതെന്തായാലും പാളിച്ചല്ലോ, എന്റെ സെലക്ഷൻ ശരിയായിട്ടില്ല. പക്ഷെ ഇത് നല്ല സെലക്ഷൻ ആയിരുന്നു. ഇതുണ്ടല്ലോ, ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും കടക്കൂല. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനുള്ളിൽ സൂക്ഷിക്കാം. എന്റെ പിന്നെ എനിക്ക് മാത്രല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. വലിയൊരു പാത്രം, 4 ഗ്ലാസ്. ഒരു കുടുംബത്തിനേക്ക് അനിവാര്യം. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ലാസ്റ്റ് റൗണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് റൗണ്ട് നമുക്ക് എന്താ വരാൻ നോക്കാം. ഞാൻ ആരും സെലക്ട് ചെയ്യാനൊന്നുമില്ലല്ലോ. എടുക്കട്ടെ. ഏത് കളറാ? ഗ്രീൻ. ഞാൻ ഗ്രീൻ അല്ലെങ്കിൽ കഴിഞ്ഞ കഥ പേസിൽ നിന്നല്ലേ കാക്ക അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ തിരിഞ്ഞിരിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഈ റൗണ്ടിൽ എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. ഞാൻ ഇതുവരെ ഈ സൈഡിൽ സെലക്ട് ഞാനിത്. അപ്പൊ ഞാനത് വളരെ പെട്ടെന്നായിരുന്നു അത്. ഇത് വെയിറ്റ് കുറവാട്ടോ. വെയിറ്റിലല്ല കാര്യം. അല്ല, വെയിറ്റിലും കാര്യമുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള സാധനം. 3, 2, 1 ഗോ. വെയിറ്റില് കാര്യമുണ്ട് ഗൈസ്. ഇത് നോക്ക്. എനിക്ക് സ്റ്റിക്കി നോട്ട്സിന്റെ കുറെ സാധനങ്ങളാണ് കിട്ടിയത്. ഇതൊരു വലിയ സെറ്റാണ്. ഇത് മറ്റേ ഓർഗനൈസർ സാധനം ഗൈസ്. ആ പെണ്ണൊക്കെ ഇട്ടേക്കാൻ പറ്റിയ. ഹായ്, പിടിക്കുന്നില്ല എനിക്ക്. പച്ച കളർ അല്ലേ ഇത്? നമുക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിരിക്കാം. എന്നിട്ട് ഇവിടെ പെണ്ണാണെങ്കിൽ തിരിച്ചിങ്ങനെ വെണ്ണിങ്ങനെ എടുക്കാം. ടേബിളിന്റെ മുകളിൽ ഇല്ലാത്തൊരു കളർ. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതിന്റെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റിക്കി നോട്ട്സ് ആണ് ഗൈസ്, പല ടൈപ്പിലുള്ളത്. ഇത് ആ ഒരു നേരത്തെ കണ്ട പോലത്തെ ആ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ആ ഒരു പ്ലെയിൻ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഇതൊരു ഷെയ്ഡ്സ് ഉള്ള പോലെ ഉള്ള കേട്ടോ, നല്ല 2 ഗ്രീന് പോലെ. ഇത് രസമുണ്ട്. ഇത് പിന്നെ ഒരു ട്രോപ്പിക്കൽ വൈബുള്ള സാധനങ്ങളാണ്. ലീഫും കാര്യങ്ങളും, പിന്നെ മറ്റേ ഇതെന്തേലും പറയാ, മരംകൊത്തി ഒക്കെ ഉള്ള ഒരു ടൈപ്പ് സ്റ്റിക്കി നോട്ട്സ്. സോറി, ഇതിന് കുറെ ടൈപ്പ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ കളർഫുൾ ആണ്. ഇതിന്റെ ഈ ഗ്രീൻ കളറിലേക്ക് സെല്ലും എടുത്തത്. എന്തായാലും സാധനം നല്ല രസമുണ്ട്. ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീന്റെ ഉള്ളിലുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വലിയൊരു പെട്ടിയാണ്. അതെ, ഈ പെട്ടിനുള്ളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് ഒരു പണ്ടത്തെ ഇൻസ്ട്രുമെന്റ് ബോക്സ് പോലത്തെ ഒരു സാധനമാണ് കിട്ടിയത് കേട്ടോ. ഇനി ആദ്യം നമുക്ക് ഇത് ഇങ്ങോട്ട് എടുക്കാം. ഇത് കായ് ടീമിലേക്കാന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ ഉള്ളിൽ എന്തോ പെട്ടുപോയി. ബുക്കുണ്ട്. ഇത് ഈ ഒരു ബുക്ക് ഇവിടെ ആയിട്ടതാ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ബുക്ക് നോക്കാം. നോട്ട്സ് എഴുതാനുള്ള. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിട്ട് ഒരു പ്ലെയിൻ ബുക്ക് ഉണ്ട്. പിന്നെ ആ ഒരു ഗ്രീൻ തീമിൽ തന്നെയുള്ള 2 നോർമൽ പെൻസിൽസ് ഉണ്ട്. ഒരേ തീമിലെ. പിന്നെ ഒരു ഇറേസർ ഉണ്ട്. പിന്നെ ഇതില് ക്രയോൺസ് ആണ്. ഇതെന്താ നോക്കട്ടെ.
എടുക്കാൻ പറ്റില്ല. അത് കുഞ്ഞു ബുക്ക്. ഇത് ഇതും അതേപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള കുഞ്ഞു ബുക്ക്. ക്രയോൺസ് ഗൈസ്, യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ്. ഈ ക്രയോൺസ് വെച്ചിട്ട് നമുക്ക് ഇതിൽ പിക്ചർ വരയ്ക്കാം. പിന്നെ അതേപോലെ സ്കെയിൽ ഉണ്ട്, ഈ ഇറേസർ ഉണ്ട്, 2 പെൻസിൽ ഷാർപ്നേഴ്സ് ഉണ്ട്. ഈ പെൻസിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതിങ്ങനെയാണ് നമ്മൾ നല്ല ഭംഗിയുള്ള പെന്നും പെൻസിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്നു, നമ്മളിങ്ങനെ എടുക്കുന്നു, എഴുതുന്നു, വീണ്ടും വേറെ പെൻ എടുക്കുന്നു, എഴുതുന്നു. അതാണ് ഇതിന്റെ ഒരു സംഭവം കേട്ടോ. അപ്പൊ ഗൈസ് ഗ്രീൻ റൗണ്ടിൽ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് എനിക്ക് ഈ ഒരു സെറ്റ് കിട്ടി. ഷാമിക്ക് ഇത് നല്ല ഭംഗിയുള്ള ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് അഞ്ചിക്ക് ഫുള്ള് സ്റ്റിക്കി നോട്ട്സിന്റെ വെറൈറ്റി സ്റ്റിക്കി നോട്ട്സ് പലതരം ട്രോപ്പിക്കൽ ഉണ്ട്, അല്ലാതെ കാൻഡി ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള ഉണ്ട്, ഗ്ലിറ്റർ ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതുവരെ കിട്ടിയ സാധനങ്ങളൊക്കെ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് ആയിരുന്നു. പിങ്കിൽ എനിക്ക് നല്ല ഭംഗിയുള്ള പെൻസിലിന്റെയും പെന്നിന്റെയും നല്ല അടിപൊളി സെറ്റ് ആട്ടോ കിട്ടിയത്. എനിക്ക് കിട്ടിയത് നല്ല പിങ്ക് കളറിലെ ബോക്സ് ആണ് കിട്ടിയത്. പിങ്ക് പെൻസിൽ പൗച്ചായിരുന്നു കിട്ടിയിരുന്നത്. രണ്ടാമതുണ്ടായിരുന്ന കളർ പർപ്പിൾ ആണ്. അതില് ആരും കണ്ണു വെക്കുന്ന കൊതിക്കുന്ന നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കിട്ടിയത് പർപ്പിൾ കളറിൽ പൗച്ചാണ് കേട്ടോ. ഇത് നമുക്ക് പെൻ ഇട്ടേക്കാം, മേക്കപ്പ് സാധനങ്ങൾ ഇട്ടേക്കാം, അങ്ങനെയൊക്കെ. കാക്ക എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മേക്കപ്പ് ബാഗ് കണ്ടിട്ട്, ഇതാണ് എന്റെ മേക്കപ്പ് ബാഗ്, ഇനി മുതൽ ഇതാണ് എന്റെ മേക്കപ്പ് ബാഗ്. എനിക്ക് നല്ല പർപ്പിൾ കളർ ബണ്ണി ഫ്ലാസ്ക് ആണ് കിട്ടിയത്. അടുത്ത നമുക്ക് നല്ല അടിപൊളി ബ്ലൂ കളറാണ്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഫാൻ ആട്ടോ. ഇതിങ്ങനെ ഓണാക്കുന്നു, ലൈറ്റ് വരുന്നു, ഭയങ്കര വെറൈറ്റി ആണ്. എനിക്ക് കിട്ടിയ മന്ത്ലി പ്ലാനർ ആണ്. അതിന്റെ കൂടെ ഈ ക്യൂട്ട് ആയിട്ടുള്ള ഷാർപ്പനറും കിട്ടിട്ടോ. എനിക്ക് നല്ല ഷൂവിന്റെ ഷേപ്പിലുള്ള ഒരു പോട്ടാണ്. ഇതിൽ നമുക്ക് ചെടി നടാം, വിത്ത് അടക്കമുള്ള ഒരു പോട്ടാണ് എനിക്ക് കിട്ടിയത്. അതെ അതെ, കാക്ക ചെറിയൊരു പണിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ചെടി വളർത്തെടുക്കണം എന്നൊക്കെയുള്ള. പിന്നെ അടുത്ത നമുക്ക് കിട്ടിയ കളർ ഞാൻ പറഞ്ഞല്ലോ യെല്ലോ ആണ്. ഇത് എനിക്ക് എന്റെ വീട്ടുകാർക്കും വീട്ടിന്റെ അടുത്തുള്ളവർക്കും അത് ഇവർക്കും എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജ്യൂസോ വെള്ളം എന്ത് വേണം ആക്കിയേക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കപ്പ് 4 വേറെ ഉണ്ട്. എനിക്ക് ഇതാ കിട്ടിയത് ഫയലാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മളെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫയലാണ്. കണ്ടോ, നല്ല ഭംഗി. നമുക്ക് സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നനയൊന്നുമില്ല, മഴ നനഞ്ഞാലും. അപ്പൊ അല്ല, മഴ പെയ്താലും നനയൊന്നുമില്ല. എനിക്ക് കിട്ടിയത് ഈ യെല്ലോ റൗണ്ടില് ഈ വെറ്റ് വൈപ്സും ഈ സാധനം എന്തായാലും പാളിയിട്ടുണ്ട്. പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കളർ എന്ന് പറഞ്ഞ ഗ്രീൻ ആയിരുന്നു. ഗ്രീനിൽ എനിക്ക് ഒരു ലോഡ് സ്റ്റിക്കി നോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്, പല ടൈപ്പ്. ഇതുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ ഈ ഒരു ഓർഗനൈസർ ആണ്. കാരണം അങ്ങനെ തിരിക്കാനൊക്കെ വരും. എനിക്ക് കിട്ടിയത് ഈ ഒരു സെറ്റും പിന്നെ ഈ ഒരു പെൻസിൽ ബോക്സ്. ഇത് കുറച്ചുകൂടെ ചെറിയ കുട്ടിയൊക്കെ പറ്റുന്നതാണ്, പക്ഷെ നല്ല രസം. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമുക്ക് ഈ സ്റ്റേഷനറി ചാലഞ്ചിൽ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്നുള്ളത് പറയട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർക്ക് ആ കാൽക്കുലേറ്ററിലേക്ക് എനിക്ക് കാൽക്കുലേറ്റർ, പിന്നെ ഇത് ഇത് പൗച്ച്, പിന്നെ ഇത് എല്ലാവരും ഇത് അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടിട്ട് ഗൈസ്. എന്തായാലും സ്റ്റേഷനറി എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര സന്തോഷമുള്ള, കാണുന്ന നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന സാധനങ്ങളാണ്. ഇനി ഈ സ്റ്റേഷനറി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പുതിയതൊക്കെ വരും. അപ്പൊ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഈ ചാലഞ്ച് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു. അതെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ വാങ്ങാൻ പറ്റാത്ത വിഷമം അതിപ്പോ നമ്മള് തീർത്തോണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ട് പറഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ടൈപ്പ് സാധനങ്ങളൊന്നുമില്ല. റെഡ് പെൻസിൽ ഉണ്ടാവൂലേ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഈ റബ്ബറൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പൊതുവെ എങ്ങനെ അറിയാം, ഗൾഫിൽ നിന്ന് വരുന്നവർക്കാണ് ഇങ്ങനത്തെ ഈ നിബ് ഇങ്ങനെ മാറ്റിരുന്ന പെൻസില്, പിന്നെ ഈ എന്താണ് സ്ട്രോബെറിന്റെ ഷേപ്പുള്ള റബ്ബർ. അപ്പൊ ചുരുക്കി പറഞ്ഞു എന്താ പറയാ, ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലായിരുന്നു, പക്ഷെ ചാലഞ്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ടാണ്. അപ്പൊ ഇന്ന് ചാലഞ്ച് ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം പറയാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya, this is Sanjita. Signing off.